അതെ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെയർ ബോ ചെയ്താലോ. പ്ലാസ്റ്റിക് ബീഡ്സിൻ്റെ കുറച്ച് ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട്, കൂടാതെ ബീഡ്സ്, നമ്മുടെ വൈറ്റ് ബീഡ്സ്, പിന്നെ ഒരു ചെറിയൊരു പീസ് നെറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് എന്ന് പറയാം കേട്ടോ. ആ ഒരു സ്ക്വയർ ഷേപ്പുള്ള ഒരു പീസ് എടുക്കുക, അതിൻ്റെ രണ്ട് സൈഡിൽ സെൻറ്ററിലേക്ക് ഇതുപോലെ കുറച്ച് ബീഡ്സ് രണ്ട് സൈഡിലായിട്ട്, സെൻറ്ററിൽ വെക്കൽ രണ്ട് സൈഡിലായിട്ട് വെക്കുക. എന്നിട്ട് അതിനെ ഒന്ന് മൂന്നായിട്ട് ഫോൾഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് പ്ലാസ്റ്റിക് ബീഡ്സ്, ഇനി കളർ ബീഡ്സ്, ഇതിന് പകരം നമുക്ക് വൈറ്റ് ബീഡ്സിന് പകരം കളർ ബീഡ്സ് വേണമെങ്കിലും കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ വിചാരിക്കും പെട്ടെന്ന് അങ്ങ് ചെയ്യാം. ഇത് എന്താ പറയുക, ഒരു നമ്മൾ ഈ ഫോൾഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഈ ബീഡ്സ് എല്ലാം കൂടെ മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഒന്ന് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അതിനുശേഷം സെൻറ്ററിലേക്ക് ഞാൻ ഒരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലും വെച്ച് കൊടുക്കാം, അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ടിരിക്കും. ഈ ബീഡ്സ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെയും ലെയറിലോട്ടൊക്കെ മാറി കയറാതെയും ഇതുപോലെ ഒന്ന് നന്നായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെൻറ്ററിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് ചെയ്തെടുക്കാൻ ഒട്ടും സമയത്തിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ചെയ്തെടുക്കാൻ ശരിക്കും. പിന്നെ ഇതിൽ നമ്മൾ ഈ ബീഡ്സൊക്കെ ഒട്ടിക്കുന്നതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ബോ ചെയ്യുന്നത് പോലെ ഇതുപോലെ സെൻറ്ററിൽ നന്നായിട്ടൊന്ന് അതിനെ നെറ്റ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിൽക്കും, അതിങ്ങനെ ഇളകിയൊന്നും പോകത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബാക്ക് സൈഡിൽ നിന്ന് കവർ ചെയ്യുന്നതിനെക്കാളും ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ആ ബോ മടക്കും പോലെ അതിൻ്റെ ഒരു ഫോൾഡിങ് ഇല്ലേ, ഒന്നുകിൽ നമ്മൾ ഒരു സൈഡ് ഫ്രണ്ടിൽ, രണ്ട് സൈഡ് ഒന്നുകിൽ ഫ്രണ്ടിലോട്ടായിരിക്കണം അല്ലെങ്കിൽ ബാക്കിലോട്ടായിരിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ചെയ്യാൻ. ഫ്രണ്ടിലോട്ടാണെങ്കിൽ ഫോൾഡിങ് വരുന്നത് ഫ്രണ്ടിലോട്ട് നിർത്തുക, അല്ലെങ്കിൽ ബാക്കിലോട്ട്. ഇപ്പം ഞാൻ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ബാക്കിലോട്ട് തന്നെ നിർത്തി. അങ്ങനെ കഴിയുമ്പോൾ കറക്റ്റ് ഒരു പ്ലേറ്റ് ഫോമിൽ നമുക്കൊരു നല്ലൊരു ഹെയർ ബോ ആയിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക്, കാരണം ഇത് വഴുതി പോകുന്ന മെറ്റീരിയൽ അല്ല, നമ്മൾ സാറ്റിൻ ബോ ചെയ്യുന്നത് പോലെ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. കയ്യിൽ തന്നെ സ്റ്റിഫായിട്ട് നിൽക്കും നെറ്റുകൾ. ഡാർക്ക് കളറിനെക്കാളും ഇങ്ങനെയുള്ളത് ചെയ്യാൻ ലൈറ്റ് കളേഴ്സാണ് ഏറ്റവും നല്ല യോജ്യമായിട്ട് നമുക്ക് അനുയോജ്യമായിട്ട് വരുന്നത്. അതിനുശേഷം ഒന്ന് ടൈ ചെയ്യുക. ടൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുക. നോക്കി, ഇതിൻ്റെ പുറകിൽ ഒരു അലിഗേറ്റർ ക്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹെയർ ബോ ആയി കിട്ടും. ഞാൻ അതും ചെയ്തായിരുന്നു കേട്ടോ, കാരണം ഇത് 2 ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഇനി അടുത്ത് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗം. നമ്മളിപ്പോൾ ഞാനൊന്ന് ഫോൾഡ് ചെയ്തില്ലേ, അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് നമ്മളൊരു ഡയമണ്ടിൽ കോണിൻ്റെ ഷേപ്പിൽ മടക്കിയെടുക്കുക. മടക്കിയിട്ട് ഒരു സൈഡിലേക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ബീഡ്സ്, ഈ പ്ലാസ്റ്റിക് ബീഡ്സ്, നിങ്ങൾക്ക് ഇനി സീക്വൻസ് വേണമെങ്കിൽ സീക്വൻസ് കൊടുക്കാം. നമ്മളെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത്, എൻ്റെ അടുത്ത് ഇതൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു, അവർക്ക് ഒത്തിരി ബീഡ്സൊക്കെ വെച്ചിട്ട് കളർഫുള്ളായിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക്, ഞാൻ ഇതിൻ്റെ ഒരു വെറൈറ്റി മുന്നേ ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രീൻ കളറിൽ മുന്നേ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു ഐറ്റം. അതിൽ നിന്നാണ് എനിക്ക് ആ ഒരു കസ്റ്റമൈസേഷൻ കിട്ടിയത്. അപ്പോൾ ഇതുപോലെ നമ്മളെന്താ പറയുക, ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഫുള്ളായിട്ട് കൊടുക്കൽ. അതിൻ്റെ ഒരു സൈഡിൽ നമുക്കിങ്ങനെ ബോ ചെയ്യാനായിട്ട് എന്താ പറയുക, അതിനൊന്ന് മടക്കിയെടുക്കുക. കോണോട് കോൺ മടക്കിയതിന് ശേഷം ഒരു കോണിൻ്റെ പോർഷനിൽ ഇതുപോലെ ബീഡ്സ്, എന്നിട്ട് ഇതിലേക്ക് പ്ലാസ്റ്റിക് ബീഡ്സ്, കളർ ബീഡ്സ്, നമുക്ക് എന്തൊക്കെ കൊടുക്കാം, കളർഫുള്ളാക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട് അതെല്ലാം കൊടുക്കാം കേട്ടോ. ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട്, ഞാൻ പറഞ്ഞേ നമ്മളിങ്ങനെ ബീഡ്സൊക്കെ വെച്ച് ഒട്ടിച്ച് ഇതിനൊക്കെ വരാനാണ് സമയം എടുക്കുന്നത്. അല്ലാതെ ഒരു വിത്തിൻ 2-3 മിനിറ്റ്സ്, 5 മിനിറ്റ്സ് വേണ്ട, ഒരു 2-3 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഹെയർ ബോയോ ആണ് കേട്ടോ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ബീഡ്സ് എല്ലാം വെച്ചു. ഇനി അടുത്ത് ഇതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് കളർ ബീഡ്സും കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കളർ ബീഡ്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾക്ക് ഒത്തിരി വേണ്ടെങ്കിൽ കുറച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി അതിൻ്റെ ആ കോണോട് കൊണ്ട് നമ്മൾ മടക്കിയില്ലേ, അതിൻ്റെ എഡ്ജിലെ അതിൻ്റെ സ്കാലപ്പ് നമ്മൾ ഫില്ല് ചെയ്യില്ലേ, അതുപോലെ അതിൻ്റെ എഡ്ജില്ലേ, ആ എഡ്ജ് അതിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വി ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇനി അത് നമ്മൾ ഒരു കോൺ പോർഷൻ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, അതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാനാണ്. കാരണം നമ്മളിത് അകത്താണ് വരത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം എടുത്ത് ഇനി ബാക്കി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ടെയിൽ ചെയ്തെടുക്കാം നമുക്ക്. കണ്ടില്ലേ, അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ ഒരു ഭംഗി നമുക്ക് നന്നായിട്ട്. ഇനി ഇതിൻ്റെ പുറത്തും കൊടുക്കാം കേട്ടോ. പുറത്ത് നമുക്ക് 1-2 കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവും. ഇനി ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു മടക്ക് വരുമ്പോൾ അതിനനുസരിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി, എന്നിട്ട് ടൈ ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് ജസ്റ്റ് സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ലൈൻ കിട്ടും. ആ ലൈനിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ കൈകൊണ്ട് മടക്കുന്നതിനേക്കാളും സ്റ്റിച്ചിട്ട് എടുക്കുന്നതാണ് ഏറ്റവും, ഞാൻ ചെയ്യുന്നത് നോക്കി, അപ്പോൾ അതിനേക്കാളും എളുപ്പം എനിക്ക് തോന്നുന്നു സ്റ്റിച്ചിട്ട് എടുക്കുന്നതായിരിക്കും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത്.
ഇതുപോലെ വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇത്ര ഈസി ആയിട്ട് ഇതൊക്കെ പല കളറിലും നമുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, ഉണ്ടോ? വളരെ ഈസി ആയിട്ടല്ലേ, പെട്ടെന്ന് ചെയ്തു. ഇനി ഇതിനെ ടൈ ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളെ 2 പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഹെയർ ബോ ചെയ്തു, ടെയിലും ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതെന്ത് പറയുക, ഇത് ശരിക്കും ലോങ് ടെയിൽ ഹെയർ ബോ എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഹെയർ ബോയും ടെയിലും അറ്റാച്ച് ചെയ്യുക. അതാണ് അടുത്തൊരു സ്റ്റെപ്പ്. കണ്ടില്ലേ? ഇനി ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. ഞാൻ ചെയ്ത് കഴിഞ്ഞ് അവർ വന്നപ്പോൾ കൊടുത്തപ്പോൾ അവർക്ക് ഇതിൻ്റെ പുറത്തൊന്ന് കുറച്ച് വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ പുറത്തും കുറച്ച് ബീഡ്സൊക്കെ വെച്ച് കേട്ടോ. പിന്നെ അവസാനം ഇനി ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്യുക. രണ്ടും തമ്മിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ത്രെഡ് കൊണ്ടൊന്ന് കവർ ചെയ്യുക. ഒന്ന് നമ്മൾ ടൈ ചെയ്താൽ മാത്രം മതി. ഇതുപോലെ. ഇത് ടെയിലില്ലാതെയും ചെയ്യാം. ടെയിലില്ലാതെ നമുക്ക് എന്താ പറയുക, ബോ മാത്രം ചെയ്തെടുത്താലും മതി. അതും ഭയങ്കര ഭംഗിയാണ്. കണ്ടോ? ഇനി അതിന് ത്രെഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സെൻറ്റർ നമ്മൊന്ന് കവർ ചെയ്യുക. സെൻറ്ററിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് സാറ്റിൻ റിബൺ കൊണ്ട് കവർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത നെറ്റ് വേണമെങ്കിൽ നെറ്റ് കൊണ്ട് തന്നെ കവർ ചെയ്യാം. അപ്പം ഞാനിവിടെ കണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത് കവർ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് മീറ്റർ കണക്കിന് ഞാൻ വാങ്ങിക്കാം. മീറ്റർ കണക്കിനും കിട്ടും. അല്ലാതെ ഇതുപോലെ ഒരു 4 ലെയറായിട്ടോ 5 ലെയറായിട്ടോ ഒക്കെ കട്ട് ചെയ്ത് മേടിക്കാം. നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ മേടിക്കുന്നതാണ്. റോൾ കണക്കിനൊക്കെ കിട്ടും. അതിനേക്കാളും നിങ്ങൾക്ക് ഒരു 3-4 ലെയർ വെച്ചിട്ട് കട്ട് ചെയ്ത് മേടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒത്തിരി യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ പുറകിലേക്ക് വേറൊന്നുമില്ല. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്യുക. പുറകിലേക്ക് ഒരു ഫെൽറ്റ് ഷീറ്റ്. ഇനി ഇതിൻ്റെ പുറകിലേക്ക് ഫെൽറ്റ് ഷീറ്റ്. ഇത് ഫെൽറ്റ് ഷീറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഷീറ്റായിട്ടിരിക്കുന്നത് ഇതുപോലെ ഒരു ചെറിയൊരു പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. കട്ട് ചെയ്തെടുത്ത് ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം പുറകിലേക്ക് അറ്റാച്ച് ചെയ്യുക. ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഫെൽറ്റ് ഷീറ്റ് ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇളകിയൊന്നും പോകത്തില്ല. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം അതിലേക്ക് ഒരു അലിഗേറ്റർ ക്ലിപ്പ് കവർ ചെയ്തൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഈ നമ്മൾ ഇത് പുറത്തേക്ക് കാണുന്നില്ലല്ലോ, അതുകൊണ്ടാണ് സിമ്പിളായിട്ട് അലിഗേറ്റർ ക്ലിപ്പ് കൊടുത്തത്. കവർ ചെയ്ത് കൊടുത്താൽ മനോഹരമായിട്ടിരിക്കും കേട്ടോ. നോക്കി, വളരെ സിമ്പിളായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് ഞാനും കുറച്ച് ബീഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് ടെയിലിൽ കുറച്ച് പുറത്ത് ബട്ടർഫ്ലൈ ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്ത്. വളരെ സിമ്പിളാണ്, ബ്യൂട്ടിഫുൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.